നമ്മൾ ആലപ്പുഴയിലേക്കാണ് ഇനി പോകുന്നത്. നഗരസഭയിൽ കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. മംഗലം വാർഡിൽ സ്വതന്ത്രനായി ജയിച്ച ജോസ് ചെല്ലപ്പന്റെ പിന്തുണ തേടുകയാണ് മുന്നണികൾ. ഉച്ചയോടെ തീരുമാനമെടുക്കുമെന്ന് ജോസ് ചെല്ലപ്പൻ 24നോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി ഡയറക്ട് റിപ്പോർട്ട് കാണും. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ആലപ്പുഴ നഗരസഭയിൽ UDF എങ്ങനെ അധികാരത്തിലെത്തും എന്നുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. അതിനെ അട്ടിമറിച്ച LDF ഒരു സ്വതന്ത്രനെ കൂട്ടി ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങളും നടക്കുന്നുണ്ട്. അതേ സ്വതന്ത്രനെ ഒപ്പം നിർത്താൻ UDFും ശ്രമിക്കുന്നു. എന്തായാലും നാടകീയമായാണ് ആലപ്പുഴയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനെല്ലാം അപ്പുറത്തേക്ക് മംഗലം വാർഡിൽ ഇത്തവണ വിജയിച്ചതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രനായി മത്സരിച്ച ജോസ് ചെല്ലപ്പൻ. അദ്ദേഹത്തിൻ്റെ വിജയം ആലപ്പുഴയിൽ തന്നെ വലിയ ചർച്ചയാണ്. ഇദ്ദേഹം എടുക്കുന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷെ ആലപ്പുഴ നഗരസഭ ആര് ഭരിക്കും എന്നതിനെ ആശ്രയിക്കുന്നു. എന്തായാലും ജോസ് ചെല്ലപ്പൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ വിജയമാണ്. കാരണം 3 മുന്നണികളെയും പിന്തള്ളിയാണ് ഈ മംഗലം വാർഡിൽ ജയിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു വിജയത്തിൻ്റെ നാൾവഴികൾ? വിജയത്തിൻ്റെ നാൾവഴികളെന്ന് വെച്ചാൽ ഞാൻ 2015 മുതൽ 20 വരെ കൗൺസിലറായിരുന്നു. സ്വതന്ത്രനായിട്ട് തന്നെ ജയിച്ചത്. രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ 100-200ഓളം ചെറുപ്പക്കാർ സംഘടിച്ച് വാർഡിൽ ഇലക്ഷനെ നേരിട്ട് ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഒപ്പിക്കാൻ പല ശ്രമങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. പക്ഷേ അവർ തന്നെ ഇപ്പോൾ വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ വൈരാഗ്യങ്ങളൊന്നുമില്ല, ആരോടും ഇല്ല. കാര്യം നമ്മൾ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുവാൻ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിന്ന് ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യുകയാണ്. പക്ഷെ നമ്മളെപ്പോഴും ജനങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ ഭരണ സംവിധാനം നിലവിൽ വരേണ്ടത് നമ്മുടെ എല്ലാവരുടെ അനിവാര്യമായ കടമാണ്. അപ്പോൾ ആരുടെ കൂടെ നിൽക്കണം, എങ്ങനെ നിൽക്കണമെന്നത് എൻ്റെ സൗഹൃദ വലയങ്ങളിലെ ഒരു 10 എക്സിക്യൂട്ടീവ് അംഗങ്ങളടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് അവരാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ആരോടും വൈരാഗ്യമില്ല എന്ന് പറയുന്നതിൻ്റെ നാടിൻ്റെ വികസനത്തിന് വൈരാഗ്യത കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഈ നാടാണ് എന്നെ ഞാനാക്കിയത്. അപ്പോൾ ആ നാടിൻ്റെ വികസനമാണ് എൻ്റെ ഏറ്റവും വലിയ മുഖ്യ അജണ്ട. അപ്പം ആലപ്പുഴയെ നല്ല രീതിയിൽ നയിക്കാൻ പ്രാപ്തിയുള്ള മുന്നണിക്കൊപ്പമായിരിക്കും. അത് ഒരു മുന്നണിക്കും പിന്തുണ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആലോചന? എന്ത് തീരുമാനം എന്നത് ഏകദേശം മണിക്കൂറുകൾക്ക് ശേഷം അറിയാൻ സാധിക്കും. കാര്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇടപെട്ടിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം വെച്ചാൽ ഞാൻ പ്രത്യേക രാഷ്ട്രീയത്തോട് ഒരു മമതയും കാണിക്കുക. കാര്യം ഇവരെല്ലാവരും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാണ് ഒന്നല്ലേ മറ്റൊരു വഴിക്ക്. അപ്പോൾ എനിക്ക് പ്രത്യേക രാഷ്ട്രീയ താല്പര്യം ഞാൻ കാണിക്കുന്നില്ല. എൻ്റെ രാഷ്ട്രീയം വെച്ചാൽ ജനങ്ങളുടെ വികസനമാണ്, ജനങ്ങളുടെ നന്മ പ്രവൃത്തിയാണ്. അതിന് നാന്ദി കുറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴയുടെ കുറേ മാറ്റങ്ങളും മനസ്സിലുണ്ട്. അതിനൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോർമുല അംഗീകരിക്കുന്ന ഏത് രാഷ്ട്രീയ വൃന്ദമാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന ആശയം മാത്രമേ ഉള്ളൂ. അത് ഇടതു വലതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോടും വ്യക്തിപരമായ വൈരാഗ്യങ്ങളൊന്നുമില്ല. എന്തായാലും ഭാവി പ്രവർത്തനങ്ങൾ നല്ലതാവട്ടെ. താങ്ക് യു. എന്തായാലും മുൻകാലങ്ങളിൽ ഉപദ്രവിച്ച രാഷ്ട്രീയ മുന്നണികൾ ഇപ്പോൾ ജോസ് ചെല്ലപ്പൻ്റെ പിന്തുണ തേടി വീട്ടുപടിക്കലേക്ക് എത്തുകയാണ്. അതാണ് ആലപ്പുഴ നഗരസഭയിലെ ഒരു രാഷ്ട്രീയം. ആലപ്പുഴയിൽ ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. അതാണ് ആലപ്പുഴ നഗരസഭയിൽ ജോസ് ചെല്ലപ്പന്റെ നിലപാടാണ് നിർണായകമാകാൻ പോകുന്നത്. 23-22 എന്നതാണ് അവിടുത്തെ നില. 23 UDFനും 22 LDFനും. അപ്പോൾ ആരെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് വളരെ നിർണായകമാകാൻ പോകുന്നത്. ഉച്ചയോടെ ആ നിലപാടുണ്ടാകും. ജോസ് ചെല്ലപ്പന്റെ നിലപാട് പ്രധാനമാകാൻ പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.